ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. കാരണം യു ആർ ഡൂയിങ് സംതിങ് വെരി എസെൻഷ്യൽ ഫോർ ദിസ്, വെരി എസെൻഷ്യൽ. ഡോക്ടർ ലൈവ് പ്രോഗ്രാം ഇന്ന് 24ാമത്തെ പ്രാവശ്യം എന്ന് പറയുമ്പോൾ ഏതാണ്ട് കോവിഡ് നമ്മളെ കടന്നു പിടിച്ച കൂടുതൽ വൈകാതെ തന്നെ സജീവമായ ഒരു പ്രവർത്തനമാണ്. എല്ലാവർക്കും ആശംസ പറയുന്നു. മേപ്പെട്ട് തുടങ്ങാം. And it's a great opportunity to be here and congratulate Brampton Malayali Samaj and Kurian Prakanan for organizing such a great event, bringing eminent physicians from Kerala. കുര്യൻ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലുള്ള ബ്രാംപ്ടൺ മലയാള സമാജത്തിന് എല്ലാവിധ ഭാവങ്ങളും നമ്മളും ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ഈ പ്രവർത്തനം ഏറ്റവും ഭംഗിയായിട്ട് എല്ലാവർക്കും പ്രയോജനകരമായി തീരുവാനും ഇടയാകട്ടെ. നിങ്ങളോടൊപ്പം ഇങ്ങനെ ആയിത്തീരുവാനും നിങ്ങളോടൊപ്പം പങ്കെടുക്കുവാൻ ഇടയായതിനെ ഓർത്ത് സന്തോഷം അറിയിക്കുന്നു. കുര്യൻ ബേബിയോട്, ഷിബുവിനോട്, അതിൻ്റെ സംഘാടകരോടെല്ലാം സന്തോഷം അറിയിക്കുന്നു. പാരിഷ് കമ്മ്യൂണിറ്റിയുടെ എല്ലാ പിന്തുണയും നമുക്ക് ഈ സമയത്ത് ഉറപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബ്രാംപ്ടൺ മലയാളി സമാജത്തിൻ്റെ ഈ സംരംഭത്തിന് ഞാൻ പ്രദാനം ചെയ്യുന്ന CSI ക്രൈസ്തവ സഭയുടെയും എല്ലാ അംഗങ്ങളുടെയും പേരിലുള്ള ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിസ്മരിക്കുന്നു. ഡോക്ടർ എനിക്ക് ആദ്യം സ്വീകരണം തന്ന സമാജം എന്നുള്ള അവരോടുള്ള കടപ്പാട് ഇനിയിപ്പം ഇതിലൂടെ അറിയിക്കുകയാണ്. അവരുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് നമ്മുടെ ഡോക്ടറുടെ പുതിയ സംരംഭത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും എല്ലാവിധ സപ്പോർട്ടുകളും ഞാൻ നേരിടുന്നു. താങ്ക് യു വെരി മച്ച്. നമസ്കാരം. കുര്യനും അതിൻ്റെ എല്ലാ സാരഥികൾക്കും കൂടെ പങ്കെടുത്തവർക്കും എൻ്റെ ഹാർദമായ നമസ്കാരം. ഇത് നേതൃത്വം നൽകുന്ന ഡോക്ടർ ജോൺസൺ പി ജോണിനോടുള്ള അദ്ദേഹത്തിന് വേണ്ട എല്ലാ ഭാവങ്ങളും നേരുന്നു. അതുപോലെ തന്നെ ആരോഗ്യ ജീവിതത്തിന് ആയുർവേദം എന്നത് വളരെ ഒരു നല്ല ടോപ്പിക്കാണ്. ഇത് ഇനീഷ്യേറ്റ് ചെയ്ത ബ്രാംപ്ടൺ മലയാളി സമാജത്തിനും അതേപോലെ തന്നെ ശ്രീ കുര്യൻ പ്രക്കാനത്തിനും ഓർഗനൈസേഷനും എല്ലാവിധ ആശംസകളും. ഡോക്ടേഴ്സ് ലൈവ് ഈ പ്രോഗ്രാമിൽ ആശംസകൾ അർപ്പിക്കാൻ ക്ഷണിച്ച കുര്യനും BMS ടീം അംഗങ്ങൾക്കും കളിക്കൂട്ടം കൾച്ചർ ക്ലബിന്റെ പേരിലുള്ള നന്ദിയും പിന്തുണയും അറിയിക്കുന്നു. താങ്ക് യു. മലയാളി സമാജത്തിന്റെ പ്രസിഡന്റായ കുര്യൻ പ്രക്കാനത്തിനോടും അതിലെ എല്ലാ ഭാരവാഹികളോടും എൻ്റെ പേരിലും കനേഡിയൻ മലയാളി നേഴ്സസ് അസോസിയേഷന്റെ പേരിലും വളരെയധികം നന്ദിയും ആദരവും അറിയിക്കുകയാണ്. I'm very glad ഇതുപോലെ ഒരു നല്ല ഒരു ടോപ്പിക് every week you do it. All credits to BMS, അതിലുള്ള team members and all the volunteers who work behind this. എല്ലാത്തിലുപരിയായി ഡോക്ടർ ലൈവ് എന്ന പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്ന ബ്രാംപ്ടൺ മലയാളി സമാജവും അതിൻ്റെ കരുത്തനായ സാരഥി കുര്യൻ പ്രക്കാനവും വളരെയധികം അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു.
മലയാളി സമാജത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ടീം കനേഡിയൻസ് ലയൻസിന്റെ പേരിലുള്ള ആശംസകൾ നേരുന്നു. അതുപോലെ ഡോക്ടർ നിമിതി തമ്പാന് ഞങ്ങളുടെ എല്ലാവരെയും ആശംസകൾ നേർന്നു. നന്ദി, നമസ്കാരം. ഇത്ര വലിയ പ്രസ്ഥാനങ്ങൾ സംഘടിപ്പിക്കുന്ന നിങ്ങൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട്, ഒക്കാനായുടെ ആശംസകൾ നേർന്നുകൊണ്ട്, വിദേശ മലയാളികളുടെ എല്ലാവരുടെയും നാമത്തിൽ ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ്. നന്ദി, നമസ്കാരം. ബ്രാംപ്ടൺ മലയാളം സമാജം ഇപ്പോൾ ചെയ്യുന്നത് പോണിട്ട് നല്ല നല്ല കാര്യങ്ങൾ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. സോ ലെറ്റ് ബി എ റോൾ മോഡൽ ലൈക്ക് ദിസ് and let other organizations propagate your thoughts and ideas like this. എന്നുള്ള ആശംസയോടെ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. We need our own resources. പ്രത്യേകം ഫോക്കസ്ഡ് ആയിട്ട് ഹെൽത്ത് കെയറിലാണെങ്കിൽ അപ്പോൾ അതിനൊക്കെ കുറച്ച് അഡ്വക്കസി ചെയ്യേണ്ടി വരുന്നു. അത്രേ എനിക്ക് പറയാനുള്ളൂ. ആൻഡ് യു വിൽ ഓൾസോ ഹാവ് ടു എൻകറേജ് അവർ യങ്സ്റ്റേഴ്സ് ടു ടേക്ക് അപ്പ് ലീഡർഷിപ്പ് റോൾസ്. ഇങ്ങനത്തെ ഒരു ടോപ്പിക് കൊണ്ടുവന്നതിന് ഒരിക്കൽ കൂടി ബ്രാംപ്ടൺ മലയാളി അസോസിയേഷൻ ഭാരവാഹികൾക്ക് ആശംസകൾ അർപ്പിച്ച് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. ഈ സെഷനിലേക്ക് ഇത് നടത്തിപ്പിന് വേണ്ടി ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന മിസ്റ്റർ കുര്യൻ പ്രഖാനമാണ്. അതുപോലെ ബ്രാംപ്ടൺ മലയാളി സമാജത്തിനും നന്ദി പറയുകയും അതുപോലെ തന്നെ ഡോക്ടർ ശിവശങ്കരൻ നമ്പൂതിരിയെ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി ഡോക്ടർ ശിവശങ്കരൻ നമ്പൂതിരിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബ്രാംപ്ടൺ മലയാളി സമാജത്തോടും അതുപോലെ തന്നെ ഇതിലേക്ക് കടന്നു വരുന്ന ഡോക്ടർ ശ്രീ ജോൺ പി ജോണോടും ഞാൻ എൻ്റെ കൃതജ്ഞത അർപ്പിക്കുന്നു. ഈ പ്രോഗ്രാം കേൾക്കുവാനായി ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഗുഡ് മോർണിംഗ് പരിപാടി. ഇന്നത്തെ നമ്മുടെ ഡോക്ടർ ലൈവ് ആരംഭിക്കുകയാണ്. ഇത് ബ്രാംപ്ടൺ മലയാളി സമാജത്തിൻ്റെ 26ാമത്തെ ഡോക്ടർ ലൈവാണ്. കഴിഞ്ഞ 25 ആഴ്ചയും നമുക്ക് ഈ നാട്ടിലെ നല്ലവരായ എല്ലാവരുടെയും ആത്മാർത്ഥമായ പിന്തുണ ലഭിച്ചു. കഴിഞ്ഞ ആഴ്ച നമ്മൾ നടത്തിയില്ല, ഒരാഴ്ച മുടങ്ങി. ഈ ആഴ്ച വീണ്ടും നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് വലിയ വിശിഷ്ടാതിഥിയാണ്. ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന, എന്നാൽ ലോകം മുഴുവൻ ഒരുപക്ഷെ അറിയപ്പെടുന്ന ഒരു കലാകാരിയാണെന്നോ എന്ന് പറയാൻ എനിക്കറിയില്ല. മിസ് ഇന്ത്യ പിന്നെ വിജയിയാണ്. അപ്പം കലാകാരിക്ക് ഉപരിയാണ്. അപ്പം അങ്ങനെയുള്ള വിശിഷ്ട വ്യക്തിത്വതയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. ഡോക്ടർ അനുപമ പാണ്ഡെ. ഞാൻ ആദ്യം പേര് കേട്ടപ്പോൾ തെറ്റിച്ചാന്ന് പറഞ്ഞു. അർപ്പണ പാണ്ഡെ, സോറി. ഓക്കെ, ആദ്യം പേര് കേട്ടപ്പോൾ ഞാൻ ഓർത്തത് മലയാളമായിട്ട് വലിയ ബന്ധം കാണുകയില്ല എന്നായിരുന്നു എൻ്റെ മനസ്സിൽ പോയത്. പക്ഷെ പിന്നീട് സംസാരിച്ചപ്പോൾ മലയാളമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. TV ആങ്കറാണ്. അപ്പോൾ കൂടുതലൊക്കെ നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ പറയും. അപ്പോൾ അങ്ങനെ വിശിഷ്ട വ്യക്തിത്വമാണ് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് കിട്ടിയിരിക്കുന്നത്. യൂത്തിനും മറ്റ് യുവതലമുറയ്ക്കൊക്കെ നല്ല മാർഗദർശനങ്ങൾ നൽകാൻ കഴിയുന്ന ഉപദേശങ്ങളൊക്കെ ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ ഇന്നത്തെ ഇതിന് വന്നതിൽ എനിക്കുള്ള സ്നേഹം ആദ്യം അറിയിക്കട്ടെ. അതുപോലെ ഇന്ന് നമ്മുടെ മുഖ്യാതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ജയമോഹൻ ചേട്ടനാണ്. പ്രത്യേകിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. നമ്മളിൽ ഒരാളാണ്. എപ്പോഴും നമ്മുടെ ബ്രാംപ്ടൺ മലയാളി സമാജത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും കൂടെയും മുന്നിലും പിന്നിലുമായിട്ട് നിൽക്കുന്ന ഒരു ശക്തി തന്നെയാണ് ചേട്ടൻ. അപ്പം ഇങ്ങനെ സ്ക്രീനിന്റെ പുറകിലൊക്കെ എപ്പോഴും നിൽക്കുമ്പോൾ നമ്മൾ ആരും അറിയത്തില്ല ചേട്ടൻ. അതുകൊണ്ട് ചേട്ടനെ ഇന്ന് നമ്മൾ മുഖ്യാതിഥിയായിട്ട് വരണമെന്ന് ആവശ്യപ്പെടുകയും അദ്ദേഹം സമ്മതിക്കുകയും വരികയും ചെയ്തിട്ടുണ്ട്. ചേട്ടനോടും ഞങ്ങൾക്കുള്ള സ്നേഹം അറിയിക്കുന്നു. സ്വാഗതം പറയാനായിട്ട് നമ്മുടെ സമാജത്തിന്റെ കമ്മിറ്റി മെമ്പറായ മായ റേച്ചൽ തോമസിനെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. Thank you, Kurian sir. A very good morning and a warm welcome to all who have joined from all over the globe to the BMS 26 Dr. Live program. For those of you who don't know me, I am Maya Rachel Thomas, a member of the Brampton Malayali Samajam. The Dr. Live event has come into reality under the leadership and guidance of Mr. Kurian, who is the president and the backbone of the Brampton Malayali Samajam. There are no words to describe his dedication, commitment,
and relentless toil for the Samajam. A warm welcome to our leader, Brother Kurian. Let me now introduce our guest for the occasion. He is none other than Mr. Jaya Mohan, who has always been a great supporter and a friend of the Brampton Malayali Samajam. He's a great social leader, and above all, he's the best half of our General Secretary, Mrs. Lata Menon. Mr. Jaya Mohan, on behalf of the entire BMS family and all present in the Zoom platform, I would like to welcome you, sir. Our speaker for today is a very talented and passionate doctor. Dr. Aparna Pandya is a periodontist and a facial esthetician. Dr. Aparna has been in different states of India, and she was brought up in Kerala, did her academics in Karnataka, and lives in Mumbai. An individual who likes to do what she enjoys and who is never limited by boundaries or restrictions, Dr. Aparna continues to live with a mission to give smiles to all those who have come in her way, which would eventually boost their confidence and self-esteem. With the clinical skills and expertise, and with her vision of spreading a smile, Dr. Aparna has been dedicating and investing her time in awareness talks. She's a columnist in Dent Care. She has worked for the upliftment of rural women through Kudumbashri, and the list goes on. She's a doctor, an author, a radio jockey, TV anchor, national level speaker, recipient of various titles and awards, including the Mrs. India Vivacious 2019, Paramount Achievement Award in 2019, and much more. On behalf of all of us gathered at this Zoom session, and on behalf of the Brampton Malayali Samajam, I would like to extend a warm welcome to Dr. Aparna Pandya. Let us put our hands together and welcome her. Thank you so much, ma'am, for your kind words. You're very welcome, Doctor. Today, Dr. Aparna Pandya will be speaking to us on strategies to boost our mental health through self-confidence. I'm sure you would all agree that the time spent together to hear from such a talented and passionate individual will be significantly meaningful for each one of us. So now, let us enjoy the great session. Thank you. Thank you so much, ma'am. So it'll be both in English and Malayalam. First of all, എന്താണ് നമ്മൾ മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പം നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ മെന്റൽ ഇൽനെസ് ഇല്ല എന്നുള്ളതിനുപരി അതിന്റെ അർത്ഥം നമുക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു സന്തോഷം, zest, പിന്നെ ഒരു കോൺഫിഡൻസ്, ലൈഫിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി. ലൈക്ക് ഫോർ ഇൻസ്റ്റൻസ് ഫാമിലി, ഫ്രണ്ട്സ്, വർക്ക്, ഇതെല്ലാം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു സ്റ്റേബിൾ മൈൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൂടാതെ റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, ഇൻലോസ് ആയിട്ട് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിട്ട്, കുട്ടികളായിട്ട്, ഇവരെല്ലാവരായിട്ട് റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള എബിലിറ്റി, ഇതെല്ലാം മെന്റൽ ഹെൽത്തിന്റെ ഒരു സൈൻ ആണ്. നല്ല മെന്റൽ ഹെൽത്ത് ഉള്ള ഒരാൾക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും. നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് സംസാരിക്കാൻ പോകുന്നത് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് എസ്റ്റീമിനെ പറ്റിയാണ്. അപ്പൊ ഇതാണ് മെന്റൽ ഹെൽത്ത്. മെന്റൽ ഇൽനെസ് ഇല്ലാഴിക എന്നുള്ളതിലുപരി ഇത്രയും കാര്യങ്ങൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് എസ്റ്റീം എന്ന് വെച്ചാൽ എന്താണ്? ഇത് നമ്മൾ മിററിൽ നോക്കി നമ്മളോട് നമ്മളെ പറ്റി സംസാരിക്കുന്ന ഒരു അഭിപ്രായമാണ് സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് എസ്റ്റീം. മിററിൽ നോക്കി നമ്മൾ കാണുന്ന ആ ആളിനെ പറ്റി നമുക്ക് എന്താണ് തോന്നുന്നത്? ഹി ഈസ് വെരി ലേസി, he is not good at work, I'm stupid, ഇങ്ങനത്തെ നെഗറ്റീവ് തോട്ട്സ് ആണ് ആദ്യം മനസ്സിൽ കയറി വരുന്നത്. മിററിൽ നോക്കി നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളോട് തന്നെ പറയുന്നെങ്കിൽ മറ്റുള്ള ഒരാൾ നമ്മളെ പറ്റി എന്തിനു നല്ലത് പറയണം? ഓക്കെ, നമ്മൾ തന്നെ ആദ്യം നമ്മളെ പറ്റി നല്ല കാര്യങ്ങൾ പറയാനായിട്ട്, നെഗറ്റിവിറ്റിയെ നമുക്ക് പൂർണ്ണമായിട്ട് ലൈഫിൽ നിന്ന് മാറ്റണം. സോ there are several studies which show that പോസിറ്റീവായിട്ട് നമ്മൾ നമ്മളെ പറ്റി തന്നെ പറയുന്നത്
it actually boosts our self-confidence, self-esteem, and thereby mental health. മെന്റൽ ഹെൽത്തിന് വേണ്ടി വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ നെഗറ്റീവ് തോട്ട്സ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മളെ പറ്റി പറയുന്ന നെഗറ്റീവ് തോട്ട്സിനെ പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്യണം. വി ഹാവ് ടു ബി ആർ ബിഗസ്റ്റ് ഫാൻ. നമ്മുടെ ഏറ്റവും വലിയ ഫാൻ നമ്മൾ സ്വന്തമായിട്ട് ആയിരിക്കണം. ഓക്കെ, സോ ഇതാണ് മെന്റൽ ഹെൽത്ത് എന്താന്നുള്ളതും എന്താണ് സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് എസ്റ്റീം എന്നുള്ളതും. അപ്പൊ ഈ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാഴിക ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ചൈൽഡ്ഹുഡിൽ തന്നെയാണ്. നമ്മുടെ പേരൻസ്, ഫ്രണ്ട്സ്, സിബ്ലിങ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് അവര് പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ അവിടുന്ന് ഇവിടുന്ന് എടുത്തിട്ട് നമ്മൾ നമ്മളെ അതുമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഫോർ ഇൻസ്റ്റൻസ്, ഈ കുട്ടി പഠിക്കാൻ വളരെ മോശമാണ്, മാത്സിൽ വളരെ കുറവ് മാർക്സ് ആണ് കിട്ടുന്നത്, ഭയങ്കര മണ്ടിയാണ് എന്ന് പറയുന്ന ആ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ട് നമ്മൾ നമ്മളെ തന്നെ പറയാൻ തുടങ്ങും, ഓ എനിക്ക് പഠിക്കാനായിട്ട് തീരെ എനിക്ക് അത്ര ബുദ്ധിയില്ല, എനിക്ക് അത് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനത്തെ നെഗറ്റീവ് തോട്ട് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങുകയാണ്. അത് പിന്നെ പതുക്കെ പതുക്കെ വലിയ വലിയ തോട്ട്സ് ആയിട്ട് മാറുന്നു. ഇറ്റ് ക്യാൻ ഗോ ടു ദ എക്സ്റ്റെന്റ് വേർ ഇറ്റ് മൈറ്റ് ഗോ ടു മെന്റൽ ഇൽനെസ് ലൈക്ക് ആങ്സൈറ്റി, ഡിപ്രഷൻ. ഈ സ്ട്രെസ് ആണ് പ്രധാനമായിട്ട് നമ്മുടെ ലൈഫിൽ മെന്റൽ ഇൽനെസ് വരെ എത്തിക്കുന്നത്. അത് കാരണം വി ഹാവ് ടു സ്റ്റാർട്ട് അറ്റ് ദ ബിഗിനിങ്. വി ഹാവ് ടു ടോക്ക് ടു ദ യങ്സ്റ്റേഴ്സ്, വി ഹാവ് ടു ക്യാച്ച് ദം. എന്നിട്ട് അവരോട് നമ്മൾ അവരെ പറ്റി നെഗറ്റീവ് പറയാതിരിക്കാനായിട്ട് ആദ്യം തുടങ്ങണം. അപ്പൊ കുട്ടികളിൽ അത് വരത്തില്ല. ഓക്കെ, പിന്നെ നമ്മൾ നമ്മളോട് തന്നെ പറയുന്നതും വളരെ പോസിറ്റീവായിട്ട് തന്നെ പറയണം. ആണോ അല്ലയോ എന്നുള്ളതല്ല, നമ്മൾ ചിലപ്പം അത്ര സ്മാർട്ട് ആയിരിക്കത്തില്ല, പക്ഷെ പറയുന്നത് എന്താ, വി കൻ ടോക്ക് ടു അവർ സെൽഫ് സേയിങ് ദാറ്റ് വി ആർ വെരി സ്മാർട്ട്, വൈ നോട്ട്? ആൻഡ് ദെൻ ദാറ്റ് വിൽ ലുക്ക്, യു നോ, വെൻ യു സ്റ്റാർട്ട് സേയിങ് ദാറ്റ് ടു യുവർ സെൽഫ്, നമുക്ക് അത് നമ്മളിൽ തന്നെ കാണാൻ പറ്റും. സോ ദാറ്റ് ഇസ് വൺ സ്ട്രാറ്റജി, വൺ ഇമ്പോർട്ടന്റ് തിങ് ദാറ്റ് യു ഹാവ് ടു ഡു. പിന്നെ ഈ ലോ സെൽഫ് എസ്റ്റീം കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത. ലോ സെൽഫ് എസ്റ്റീം കൊണ്ട് നമുക്ക് നമ്മളെ പറ്റിയുള്ള കാഴ്ചപ്പാട് തന്നെ മാറുകയാണ്. നമ്മൾ നമ്മളെ പറ്റി ചെറുതായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ വി തിങ്ക് ദാറ്റ് വി ആർ നോട്ട് വർത്ത് ഇറ്റ്. നമുക്ക് നല്ല കാര്യങ്ങള്, നല്ല സാധനങ്ങൾ നമ്മൾ വർത്ത് അല്ല, നല്ലതായിട്ട് ഇരിക്കുക, ചിരിക്കുക, യു നോ, യു ആർ നോട്ട് ബ്യൂട്ടിഫുൾ, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞിട്ട് ലോ സെൽഫ് എസ്റ്റീം കൊണ്ട് നമ്മൾ ഒരുപാട് ഡിസീസസിനെ വരുത്തുകയാണ്. സോ വി ഹാവ് ടു സ്റ്റോപ്പ് ദാറ്റ് റൈറ്റ് നൗ. പിന്നെ ഈ സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് എസ്റ്റീമിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറയാനായിട്ട് ഞാനൊരു ചെറിയ കഥ പറയാം. അപ്പൊ ഒരു ബിസിനസ്മാൻ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ബിസിനസ് വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നായിരുന്നു ഒരു ഫാമിലിയിൽ ഒരു ലോസ് സംഭവിച്ചിട്ട് എല്ലാം ബിസിനസ്സും കുറച്ചുനാള് അതിനെപ്പറ്റി ശ്രദ്ധിക്കാതിരുന്നപ്പം ബിസിനസ് മുഴുവനായിട്ട് കൈവിട്ടുപോയി. ഓക്കെ, അപ്പൊ ഒരുപാട് ബാങ്ക്രപ്സിയുടെ വേർജിൽ ഇരിക്കുന്ന സമയത്ത് പുള്ളി ഒരുപാട് സങ്കടപ്പെട്ട് ഒരു ദിവസം ഒരു പാർക്കിൽ ഇരിക്കുവായിരുന്നു, എന്ത് ചെയ്യണോന്ന് അറിയാതെ. കാരണം എല്ലാം കയ്യിൽ നിന്ന് പോകും, മുഴുവനായിട്ട് നഷ്ടപ്പെടും എന്നുള്ള ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് സങ്കടപ്പെട്ട് ഇങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ വയ്യാതെ ഇനിയും സൂയിസൈഡ് ചെയ്താലോ എന്ന് പോലും ആലോചിക്കുന്ന അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ വരും. പ്രായമുള്ള മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി, എന്തിനാണ് ഇങ്ങനെ കരയുന്നത്, വിഷമിച്ചിരിക്കുന്നത്? അപ്പം അങ്ങനെ ആ സങ്കടപ്പെട്ടിരുന്ന സമയത്ത് എല്ലാം തുറന്നു പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് പൈസക്ക് പ്രശ്നമുണ്ട്, എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്ന് പറഞ്ഞപ്പോ ആ പ്രായമുള്ള മനുഷ്യൻ ആദ്യം സമാധാനിപ്പിച്ചു. എന്നിട്ട് ചെക്ക് ബുക്ക് എടുത്തിട്ട് ഒരു ചെക്ക് എഴുതി കൊടുത്തു. അപ്പം എന്നിട്ട് പറഞ്ഞു, 1 വർഷം കഴിഞ്ഞിട്ട് താങ്കൾ തിരിച്ചു വരുന്ന സമയത്ത് എനിക്കിത് തന്നാൽ മതി, എനിക്ക് പൈസക്ക് യാതൊരു അത്യാവശ്യം ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ മനുഷ്യൻ ആ ചെക്ക് നോക്കിയിട്ട് ആകെപ്പാടെ ഷോക്കായി പോയി. $1 million ചെക്കായിരുന്നു അത്. ആ ചെക്ക് സൈൻ ചെയ്തത് ആ സമയത്തെ ഏറ്റവും റിച്ചസ്റ്റ് മാൻ ആയിരുന്നു, റോക്കഫെല്ലർ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു ആ ഓൾഡ് മാൻ. ഓൾഡ് മാൻ നടന്ന് നീങ്ങിപ്പോയി. ഈ ആൾക്ക്, ആ ബിസിനസ് മാനിനുണ്ടായ സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ബിസിനസ് നഷ്ടപ്പെടും എന്ന് വിചാരിച്ച സമയത്താണ് അത്രയും പൈസ ഒന്നിച്ചു കിട്ടിയത്. അപ്പൊ അങ്ങനെ വിചാരിച്ചു, ഓക്കെ, നൗ ഐ ഹാവ് ദിസ് മണി, ഐ ഹാവ് എ ബാക്കപ്പ് പ്ലാൻ, എന്നാലും ഐ ഷുഡ് ഗിവ് എ ട്രൈ. ഞാൻ ഈ പൈസ സൈഡിൽ വെച്ചിട്ട് ലെറ്റ് മി ട്രൈ അഗൈൻ. വീണ്ടും ഡീൽസ് ചെയ്യാനായിട്ട് തുടങ്ങി. എന്തായാലും ഡീൽസ് നടന്നാലും ഇല്ലേലും പൈസ എന്തായാലും ഉണ്ടല്ലോ. അപ്പം യു നോ, ഐ ഹാവ് എ ബാക്കപ്പ് പ്ലാൻ, ഐ റിയലി ക്യാൻ ഡു സംതിങ് അബൌട്ട് ഇറ്റ് എന്ന് വിചാരിച്ച് വീണ്ടും ട്രൈ ചെയ്തു. ട്രൈ ചെയ്തപ്പോൾ ഈ പൈസയുടെ കോൺഫിഡൻസ് ആയിരിക്കാം, എന്താണെങ്കിലും വളരെ നന്നായിട്ട് ബിസിനസ് വീണ്ടും പോകാൻ തുടങ്ങി. ഒരു പൈസ പോലും ഉപയോഗിക്കേണ്ടി വന്നില്ല. 1 വർഷം ശേഷം
വീണ്ടും ആ പാർക്കിൽ വെക്കും ആ ഓൾഡ് മാനിനെ കാണാൻ. അപ്പൊ ഓൾഡ് മാൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും എന്റെ സന്തോഷം അറിയിക്കാനായിട്ടായിരുന്നു വേഗം ചെന്നത്. ആ സമയത്ത് ഒരു നേഴ്സ് വന്നിട്ട് ആ ഓൾഡ് മാൻ്റെ ഹാൻഡെ പിടിക്കും. എന്നിട്ട് പറഞ്ഞു, ഈ ആള് എപ്പോഴും ഇങ്ങനെ മെന്റൽ അസൈലത്തിൽ നിന്ന് ഓടിപ്പോകുന്ന ഒരാളാണ്. ആരെ കണ്ടാലും പറയും ഞാൻ റോക്കഫെല്ലർ ആണ് എന്നും പറഞ്ഞ് നടക്കുന്ന ആളാണ്. ഐ ഹോപ്പ് ദാറ്റ് ഹി ഡിഡ്ന്റ് ഡിസ്റ്റർബ് യു എന്ന് പറഞ്ഞു. ആ ഷോക്ക്, ഇത്രയും കാലം $1 million ഉണ്ട് എന്നുള്ളൊരു ധൈര്യത്തിലായിരുന്നു ബിസിനസ് വീണ്ടും ചെയ്യുന്നു, പുതിയ സ്ട്രാറ്റജീസ് ഉപയോഗിക്കുന്നു, പുതിയ കാര്യങ്ങൾ നോക്കുന്നു, എന്നിട്ട് ആ ബിസിനസ് വിജയിപ്പിച്ചു. പക്ഷെ ഇതിന്റെ മോറൽ ഓഫ് ദ സ്റ്റോറി എന്താണ്? ആ പൈസ ഉള്ളതോ ഇല്ല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങേർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു ചെയ്തത്. പൈസ ഉണ്ടെന്നുള്ളത് കോൺഫിഡൻസ് വേറെ, പക്ഷെ എന്നാലും ചെയ്യാൻ പറ്റിയത് എങ്ങനെയാണ്? സ്വന്തമായിട്ടാണല്ലോ ചെയ്തത്. So that is the importance of believing in yourself. Once you believe in yourself, it's a game changer. Things just change. Your life changes. So this is a very nice story. I really wanted to share with you. And I hope that you get the gist of what I'm trying to say. Now we're going to see what are the strategies. എങ്ങനെയാണ് നമുക്ക് നമ്മളുടെ അകത്ത് തന്നെ മെന്റൽ ഹെൽത്തിന് വേണ്ടി സെൽഫ് കോൺഫിഡൻസ് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്ക് നെഗറ്റിവിറ്റി ഒരുപാട് ദൂരെയാണ്. ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് പ്രശ്നം എന്നുള്ള ഡയഗ്നോസിസ് ആണ് ആവശ്യം. ഫോർ ദാറ്റ് നമുക്ക് ജേർണലിംഗിന്റെ ഒരു ഹാബിറ്റ് തുടങ്ങാം. എല്ലാ ദിവസവും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് യു ഹാവ് ടു റൈറ്റ് 5 things ദാറ്റ് യു തിങ്ക് യു ആർ ഗുഡ് അബൌട്ട്. നമ്മൾ തന്നെ വിചാരിക്കുന്ന 5 things. എന്താണ് നല്ല 5 ക്വാളിറ്റീസ്, മൈ ടോപ്പ് 5 ക്വാളിറ്റീസ്. ആ ലിസ്റ്റ് എല്ലാ ദിവസവും ഉണ്ടാക്കും. ചിലപ്പോൾ അത് ആദ്യമായിട്ട് എഴുതുമ്പോൾ ഒരു ക്വാളിറ്റി പോലും തോന്നത്തില്ല മനസ്സിലെ, ഞാൻ എന്തിലാണ് ഗുഡ് എന്ന് തോന്നിപ്പോകുന്ന ഒരായിരിക്കും. പക്ഷെ ഗ്രാജുവലി യു ഗോയിങ് ടു ഫൈൻഡ് ദാറ്റ് ഓക്കെ, എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്, എനിക്ക് ആൾക്കാരോട് സംസാരിക്കാൻ ഇഷ്ടമാണ്, സോഷ്യലൈസിങ് ഇഷ്ടമാണ്, ഫ്രണ്ട്സിനെ ഇഷ്ടമാണ്, റീഡ് ചെയ്യാൻ ഇഷ്ടമാണ്, അങ്ങനെ കുറെ കാര്യങ്ങൾ വരും. അപ്പൊ പതുക്കെ നെഗറ്റീവ് തോട്ട്സ് കുറഞ്ഞു വരും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ചിലപ്പോൾ നമ്മളോട് തന്നെ എനിക്ക് വലിയ ബുദ്ധിയില്ല എന്നുള്ള ആയിരിക്കും സെൽഫ് ടോക്ക്. പക്ഷെ ആ സമയത്ത് നമ്മൾ എഴുതാനിരിക്കുമ്പോൾ എനിക്ക് ക്രോസ്വേർഡ് പസിൽ സോൾവ് ചെയ്യുന്ന ഇഷ്ടമാണ്, എനിക്ക് സുഡോക്കു ഇഷ്ടമാണ് എന്ന് വെച്ചാൽ എന്താണ്, ഐ എം നോട്ട് ദാറ്റ് ഡം എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പൊ പതുക്കെ നമുക്ക് നെഗറ്റിവിറ്റി നമുക്ക് ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും. വെൻ യു റീഡിസ്കവർ യുവർ സെൽഫ്, നമ്മുടെ അകത്തുള്ള ക്വാളിറ്റീസ് നമുക്ക് വീണ്ടും റീഡിസ്കവർ ചെയ്യാൻ പറ്റുമ്പോൾ ഒരുപാട് it will be a game changer. I think you should try it. That is the first thing. Secondly, dress well. നമ്മൾ മലയാളീസ് പൊതുവെ ഡ്രസ്സിംഗ് സെൻസിൽ നമ്മൾ ഒത്തിരി കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. ദാറ്റ് ഹാവ് ടു ചേഞ്ച്. നമ്മൾ മറ്റുള്ള ഒരാൾക്ക് വേണ്ടി ഡ്രസ് ചെയ്യുന്നത് ഇന്ന് നിർത്തണം. വി ഹാവ് ടു ഡ്രസ് ടു ഇംപ്രസ് വൺ പേഴ്സൺ ആൻഡ് ദാറ്റ് ഇസ് അസ്. പക്ഷെ ഇറ്റ് വിൽ ബി സർപ്രൈസിങ് ഫോർ യു. നമ്മൾ ചിലപ്പം നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഇംപ്രസ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മളെ തന്നെയാണ്. യു ഷുഡ് ട്രൈ ഇറ്റ്. നമ്മൾ ഇപ്പൊ മിററിൽ നോക്കി നമ്മൾ പറയാണ് ഓക്കെ, എങ്ങനെയാണ് ഞാൻ നന്നായിട്ട് ഡ്രസ് ചെയ്യുക എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഇംപ്രസ് ചെയ്യാനായിട്ട്, ഇപ്പൊ നമ്മൾ ഹസ്ബൻഡിനോടോ വൈഫിനോടോ കുട്ടികളോട് ചോദിക്കുകയാണെങ്കിൽ അവർ പറയും മമ്മി ഈ ഡ്രസ്സ് നല്ലതാണ്, അല്ലെങ്കിൽ പപ്പ ഈ ഡ്രസ്സ് നല്ലതാണ്. പക്ഷെ നമുക്ക് അപ്പോഴും തോന്നും ഇതാണോ നല്ലത് അതോ ഇതാണോ നല്ലത്. ആ ഒരു കൺഫ്യൂഷൻ, അതിന്റെ അർത്ഥം എന്താണ്, നമുക്ക് നമ്മളെ തന്നെ ഇംപ്രസ് ചെയ്യാനായിട്ട് വളരെ പാടാണ്. മറ്റുള്ളവരുടെ ഇംപ്രസ് ചെയ്യാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ട് കാണത്തില്ല. സോ we have to start impressing ourselves. നമ്മൾക്ക് വേണ്ടി തന്നെ ഡ്രസ് ചെയ്യാനായിട്ട് തുടങ്ങണം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക്. പക്ഷേ at the end of the day you should feel good. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇഫ് യു ഹാവ് സീൻ, നമ്മൾ ഏറ്റവും നന്നായിട്ട് ഡ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൾക്കാരോട് അങ്ങോട്ട് പോയി സംസാരിക്കാനായിട്ട് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ട്, ആൾക്കാരുമായിട്ട് സോഷ്യലൈസ് ചെയ്യാനായിട്ട് കോൺഫിഡൻസ് ഉണ്ട്. അതേസമയം വളരെ വീട്ടിൽ ഇരിക്കുന്ന ഡ്രസ്സിലാണ് നമ്മൾ പുറത്തു പോകുന്നെങ്കിൽ വേണ്ട, അവരോട് എങ്ങനെ പോയി സംസാരിക്കുന്നത് ഇങ്ങനത്തെ ഡ്രസ്സിൽ, പിന്നെ ഒരിക്കലാകാം എന്ന് നമ്മൾ പറയാറില്ലേ. എന്ന് പറയുന്ന പോലെ നമ്മൾ എപ്പോഴും വീട്ടിലാണോ അതോ വർക്ക് ഫ്രം ഹോം ആണോ അതോ പുറത്തു പോവാണോ, ഇറ്റ് ഡസന്റ് മാറ്റർ. എപ്പോഴും നമ്മൾ വെൽ ഡ്രസ്ഡ് ആയിരിക്കണം. ഇറ്റ്സ് എൻ ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഡ്രസ്സിങ് യുവർ സെൽഫ്. ഡ്രസ് അപ്പ് വെൽ every time of the day. That way you're going to boost your self confidence. അപ്പൊ ഡ്രസ്സിംഗിൽ നമുക്ക് ഇന്ന് മുതൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, വി ഹാവ് ടു ഫോളോ BMS റൂൾ. അപ്പൊ ഞാൻ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, റീബൂട്ട് ഡോട്ട്സ്. ഇതിൽ ഞാൻ പറയുന്ന ഒരു റൂളാണ് BMS റൂൾ. BMS റൂൾ എന്ന് പറഞ്ഞ ബോഡി, മൈൻഡ് ആൻഡ് സോൾ
ഈ 3 കാര്യങ്ങൾ നമ്മുടെ ബോഡിയിലെ ഒരു 3 സിസ്റ്റംസ് ആണ്. ഈ സിസ്റ്റംസിൽ കൂടെയാണ് എൻറ്റയർ വർക്ക് നടക്കുന്നത്. ഓക്കെ, ഇതിനെ 3നെ നമ്മൾ ഈക്വൽ ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പൊ ഈ BMS റൂൾ ചെയ്യാൻ വേണ്ടി യു ഹാവ് ടു സ്പെൻഡ് 1 hour a day. ഒരു ദിവസം 24 മണിക്കൂറാണ്. അതിൽ നമുക്ക് വേണ്ടി കൊടുക്കാനായിട്ട് 1 മണിക്കൂർ ഇല്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു എക്സ്ക്യൂസ് അല്ല. ഇല്ലാത്ത സമയം നമ്മൾ കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തി 1 മണിക്കൂർ നമുക്ക് വേണ്ടി മാത്രം ചെലവാക്കണം. BMS റൂളിന് വേണ്ടി നമ്മൾ 1 hourനെ 20-20-20 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. 20 minutes for body, 20 minutes for mind and 20 minutes for soul. ഓക്കെ, ബോഡിയെ നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് ചോദിച്ചാൽ, ഫോർ ബോഡി വി ഹാവ് ടു എക്സസൈസ്. ബോഡിയെ യങ് ആയിട്ട് വെക്കാനായിട്ടും ബോഡിയുടെ ഹെൽത്തി നേച്ചറിന് വേണ്ടി നമ്മൾ എക്സസൈസ് ചെയ്യണം. എക്സസൈസ് ക്യാൻ ബി ഓഫ് എ വെറൈറ്റി. ഓക്കെ, നമുക്ക് ജോഗ് ചെയ്യാം, വെറുതെ നേച്ചറിൽ ഒരു വാക്കിന് പോകാം. യു ക്യാൻ ഡു ഡംബിൾസ്, യു ക്യാൻ ഡു ജിം, എനിത്തിങ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സസൈസ് ചെയ്യുക, ബട്ട് യു ഹാവ് ടു ഡു ഇറ്റ്. 20 minutes you have to spare for your body. Secondly, മൈൻഡ് എന്ന് പറയുന്നത് നമ്മൾ ബ്രെയിൻ ആയിട്ട് കണക്ട് ചെയ്യുന്നതായിട്ട്, ബ്രെയിനായിട്ടാണ് നമ്മൾ അതിനെ റിലേറ്റ് ചെയ്യാൻ പോകുന്നതും കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഫോർ മൈൻഡ് നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് വായിക്കണം. സ്റ്റാർട്ട് വിത്ത് വായിക്കുന്ന ഹാബിറ്റ് ഇല്ലാത്തവര് സ്റ്റാർട്ട് ഇറ്റ്. വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ലീഡേഴ്സ് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് റീഡിങ് ഹാബിറ്റ്. നമുക്ക് പൊതുവെ കുറവാണ്, പ്രത്യേകിച്ച് മലയാളീസിന് കുറച്ച് കുറവായിട്ടുള്ള ഒരു ഹാബിറ്റ് ആണ് റീഡിങ്. റീഡിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് കാണുന്നതാണ് മൊബൈലിൽ സ്ക്രോൾ ചെയ്ത്. നോ, 20 minutes കമ്പൽസറി റീഡിങ്. നമ്മൾ കുട്ടികളോട് വായിക്കാൻ പറയും, പക്ഷെ നമ്മൾ വായിക്കത്തില്ല. ദാറ്റ് ഷുഡ് ഓൾസോ സ്റ്റോപ്പ്. 20 minutes ഇഷ്ടമുള്ള കാര്യങ്ങൾ വായിക്കുക, ബുക്ക് വായിക്കുക, സ്റ്റോറി വായിക്കുക, ജേർണൽ വായിക്കുക. ഇതിൽ നിന്ന് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ബ്രെയിനിനൊരു എക്സസൈസ് ആണ്. പുതിയ കാര്യങ്ങൾ നമ്മൾ വായിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ബ്രെയിൻ വർക്ക് ചെയ്യാണ്, ഇമാജിനേഷൻ വർക്ക് ചെയ്യാണ്. ഇറ്റ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യു എ ലോട്ട്. ബെസ്റ്റ് പാർട്ട്, ഇത് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ഏജിങ്ങിനെ കുറയ്ക്കാനായിട്ട് സാധിക്കും വായിക്കുന്നത് കൊണ്ട്. സോ ദാറ്റ് ഇസ് വാട്ട് റിസർച്ച് ഷോസ്. റിസർച്ച് ഷോസ് ദാറ്റ് പീപ്പിൾ ഹു റീഡ് ഫോർ 1 hour every day decreases their aging process by at least 10%. It's going to be a big number. നമ്മൾ long termൽ ചിന്തിക്കുമ്പോൾ it's a big number. We have to start reading. Thirdly, soul. ആത്മാവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രാർത്ഥിക്കുക. 20 minutes, അരമണിക്കൂർ വെറുതെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കാൻ ഇഷ്ടമില്ലാത്തവർ വെറുതെ മെഡിറ്റേറ്റ് ചെയ്യുക. മെഡിറ്റേറ്റ് ചെയ്യാന്ന് വെച്ചാൽ സൈലൻസ് ആയിട്ടുള്ള ഒരു റൂമിൽ നമ്മളായിട്ട് തന്നെ ടൈം സ്പെൻഡ് ചെയ്യുക. ജസ്റ്റ് തിങ്ക് ആൻഡ് റിഫ്ലെക്ട്. ഇത്രയും മാത്രം ചെയ്യുക. So that is a BMS rule, 20-20-20 rule. You have to follow it from today. Compulsory ആയിട്ട് ഫോളോ ചെയ്യണം. നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ മാത്രമല്ല, നമ്മുടെ മെന്റൽ ഹെൽത്തിനെ മാത്രമല്ല, ഓവറോൾ നമ്മുടെ ലൈഫിനെ എഫക്ട് ചെയ്യും ഈ റൂൾ. പ്ലസ് നമ്മൾ ഹാപ്പി ആണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവർ ഹാപ്പിയാണ്. ഇറ്റ്സ് കണ്ടേജിയസ്. നമ്മൾ ചിരിക്കുകയാണെങ്കിൽ കൂടെ ഉള്ളവരും സംസാരിക്കും, അവർക്കും ഇഷ്ടപ്പെടും. They'll find your company very very nice. അതുപോലെ നമുക്ക് നമ്മളുടെ കമ്പനി ഇഷ്ടപ്പെടാൻ നോക്കും. ചില ആൾക്കാർക്ക് ഒറ്റയ്ക്കിരിക്കുന്ന ഇഷ്ടമല്ല. അതെന്താണ്? നമുക്ക് നമ്മുടെ കൂടെ ഇരിക്കാൻ ഇഷ്ടമില്ലാത്ത എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? You have to be interesting enough that you feel good to spend time with yourself. So you have to do all these things. Next thing is, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ മെന്റൽ ഹെൽത്തിന് വേണ്ടി നമ്മൾ എത്രമാത്രമാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് വേണ്ടി. We have to pamper ourselves. നമ്മൾ ഒരു നല്ല സ്പായി പോവുക, നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഹോബി ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ നോക്കുക. ഇങ്ങനത്തെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ സമയം പോകുന്നത് അറിയത്തില്ല, അത് വേറെ കാര്യം. അതുപോലെ തന്നെ നമുക്ക് നമ്മൾ തന്നെ എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, ചെയ്യാൻ അറിയാമല്ലോ എന്നുള്ളൊരു തോന്നല് തന്നെ നല്ലൊരു സെൽഫ് കോൺഫിഡൻസിന് വേണ്ടി അത്യാവശ്യമാണ്, ആവശ്യമാണ്. എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് നമ്മുടെ പിള്ളേർക്ക് ലെക്ചർ കൊടുക്കാനായിട്ട് നല്ല താല്പര്യമാണ്. പക്ഷെ അതേ കാര്യങ്ങൾ തന്നെ നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ പലപ്പോഴും നമ്മൾ ചെയ്യാറില്ല. നമ്മൾ ബാക്കിയുള്ളവരുടെ ജീവിതം നല്ല ആക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആദ്യം തുടങ്ങും. അപ്പൊ അവർക്കും ഒരു ഇൻസ്പിറേഷൻ ആണ്. പപ്പ എല്ലാ ദിവസവും വായിക്കുന്നുണ്ട്, എനിക്കും വായിക്കണം. എന്താണ് ഇത്ര വായിക്കാനായിട്ട് ഇൻട്രസ്റ്റ് തോന്നാൻ കാര്യം? ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് കുട്ടികൾക്കും തോന്നും. നമുക്കും ബെനിഫിഷ്യൽ ആണ്, നമ്മൾ അവർക്കും ഒരു റോൾ മോഡൽ ആവും.
it is very important. It's very, very important that we start inculcating those habits. ചെറിയ ചെറിയ കാര്യങ്ങളാണ് പിന്നെ ഒരു വലിയ ഒരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഐ എം ഷുവർ യു ഗൈസ് വിൽ ഡു ഇറ്റ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല് ബിൽഡ് പോസിറ്റീവ് റിലേഷൻഷിപ്സ്. നമ്മുടെ ലൈഫിൽ 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ അവരെപ്പോഴും പോസിറ്റീവ് എനർജി തരും, നമുക്ക് പോസിറ്റീവ്, അവരുടെ കൂടെ നമുക്ക് നല്ല ഫീലിംഗ് ആണ്. എപ്പോഴെങ്കിലും കുറച്ച് ഫ്രണ്ട്, നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും കാണും കുറച്ച് ഫ്രണ്ട്സ്. ആ ആൾക്കാരുടെ ടൈം സ്പെൻഡ് ചെയ്യുക, പ്രോബ്ലംസ് ഷെയർ ചെയ്യുക, ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ബിക്കോസ് ദേ ഗിവ് ദാറ്റ് പോസിറ്റീവ് എനർജി ടു അസ്. അങ്ങനെയുള്ള ആൾക്കാരാണ് വർത്ത് ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട്. നമ്മുടെ ഒക്കെ ആൾക്കാരുടെ കയ്യിൽ ടൈം വളരെ കുറവാണ്. വി ആർ ഓൺ എ കൗണ്ട് ഡൗൺ ആക്ച്വലി. നാളെ എന്ത് സംഭവിക്കും എന്ന് അറിയാതെ നമ്മൾ ഇന്ന് ജീവിക്കുകയാണ്. അങ്ങനെയുള്ളതിൽ നമ്മുടെ ടൈം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ആരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ വി ഹാവ് ടു സ്പെൻഡ് ടൈം വിത്ത് പീപ്പിൾ ഹു ആർ എ ഗുഡ് ഇൻഫ്ലുവൻസ്, നല്ല പോസിറ്റീവ് എനർജി. നമ്മൾ അവരോട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഫീൽ ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ മാത്രമേ ടൈം സ്പെൻഡ് ചെയ്യാവൂ. There are so many energy vampires. നെഗറ്റിവിറ്റി മാത്രം തരുന്ന കുറെ ആൾക്കാരും നമ്മുടെ ജീവിതത്തിലുണ്ട്. അവർ എങ്ങനത്തെ നമ്മുടെ ലൈഫിൽ എത്ര ഇമ്പോർട്ടന്റ് ആയാലും അവരെ നമ്മൾ ലൈഫിൽ നിന്ന് ഒഴിവാക്കണം. ജസ്റ്റ് ഗെറ്റ് റിഡ് ഓഫ് ദോസ് പീപ്പിൾ ഹു ആർ എനർജി വാമ്പയേഴ്സ്. ലൈഫിൽ നെഗറ്റിവിറ്റിക്ക് സമയമില്ല. നമുക്ക് അതിനു വേണ്ടി ചെലവാക്കാനും ഇൻവെസ്റ്റ് ചെയ്യാനും തീർച്ചയായും സമയമില്ല. പൈസ, അസെറ്റ്സ്, മറ്റീരിയലിസ്റ്റിക് എന്ത് വേണേലും നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. പക്ഷെ ടൈം മാത്രം ഒരു പ്രാവശ്യം പോയാൽ വീണ്ടും കിട്ടത്തില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ ഒരിക്കലും എനർജി വാമ്പയേഴ്സിനോട് ടൈം സ്പെൻഡ് ചെയ്ത ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഗെറ്റ് റിഡ് ഓഫ് ദം, ഡോണ്ട് സ്പെൻഡ് ടൈം വിത്ത് ദം. ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറയും, അവരെ വിളിക്കുക, ഒത്തിരി നാളായാലും കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ എന്ത് പറയണം, മീറ്റിംഗ് ഉണ്ട്, കുട്ടികളുടെ എക്സാം ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞ് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുക. സ്പെൻഡ് ടൈം വിത്ത് ഓൺലി പീപ്പിൾ ഹു ഗിവ് യു പോസിറ്റീവ് എനർജി, ഓൺലി ആൻഡ് ഓൺലി. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ആരുമില്ലെങ്കിൽ ഡോണ്ട് സ്പെൻഡ് ടൈം വിത്ത് എനിബഡി, സ്പെൻഡ് ടൈം വിത്ത് യുവർ സെൽഫ്. ഡു സംതിങ് പ്രൊഡക്റ്റീവ്. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ നല്ലൊരു ഹോബി ഉണ്ടെങ്കിൽ അത് ചെയ്യുക, ജോബ് ഉണ്ടെങ്കിൽ അത് ചെയ്യുക. ഇതൊന്നും ഇല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു കാര്യം എന്താന്ന് കണ്ടെത്തി അത് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളുടെ ലൈഫ്. നമ്മൾ എല്ലാവരും, പ്രത്യേകിച്ച് മലയാളീസ് ഞാൻ കണ്ടിട്ടുള്ള ഒരു ട്രേറ്റ് ആണ് എല്ലാ കാര്യത്തിലും യെസ് പറയാനായിട്ടുള്ള ഒരു താല്പര്യം. നമ്മൾ യെസ് മെൻ ആണ്. ആരെന്ത് ചോദിച്ചാലും വേണോ വേണ്ടോ എന്നുള്ളത് വേറെ, വീണ്ടും നമ്മൾ അതിനെ യെസ് യെസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആരെങ്കിലും എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യണോ, ചെയ്യാം, എന്നാ പിന്നെ ആയിക്കോട്ടെ. എന്തെങ്കിലും വേണോ, ഇത് കഴിക്കുന്നോ, ഡയറ്റിലാണ്, എന്നാലും ആയിക്കോട്ടെ. ഇത് നിർത്തണം. നമുക്ക് ലൈഫിൽ ഒരുപാട് സമയമില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതുകൊണ്ട് തന്നെ വി ഹാവ് ടു സ്റ്റാർട്ട് സെയിങ് റെസ്പെക്ട്ഫുൾ നോ. സോ വാട്ട് ഡു ഐ മീൻ ബൈ റെസ്പെക്ട്ഫുൾ നോ? ലൈഫിൽ നമുക്ക് ആരോടും എന്തും പറയാം, ആസ് ലോങ് ആസ് ഇറ്റ് ഇസ് വിത്ത് ലവ് ആൻഡ് റെസ്പെക്ട്. ലവ് ആൻഡ് റെസ്പെക്ട് വെച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ആരോടും പറയാൻ പറ്റും. അതുപോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ക്വാളിറ്റി, ഒരു ഹാബിറ്റ് ആണ് സ്റ്റാർട്ട് സെയിങ് റെസ്പെക്ട്ഫുൾ നോ. ഞാൻ ഡയറ്റിലാണ്, ഞാൻ കഴിക്കത്തില്ല പറയണം. യു ഹാവ് ടു സേ ഇറ്റ്, യു ഹാവ് ടു സ്റ്റാൻഡ് ഫോർ യുവർ സെൽഫ്. ഓക്കെ, എന്നാ ഒരു ഗ്ലാസ് വൈൻ എടുക്കട്ടെ. ഇഫ് യു ഡോണ്ട് വാണ്ട്, സേ നോ, ഇറ്റ്സ് ഓക്കെ. പ്ലീസ്, ഞാൻ ഇങ്ങനെ ഇപ്പം ഇതിലാണ്, ഞാൻ ഇത് കാരണം കഴിക്കത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസൺ പറയുക, റെസ്പെക്ട്ഫുൾ ആയിട്ട് നോ പറയുക. എന്നാ പിന്നെ നോക്കട്ടെ, ആയിക്കോട്ടെ, നോ. സ്റ്റാൻഡ് അപ്പ് ഫോർ യുവർ സെൽഫ്. ദാറ്റ് മീൻസ് ദാറ്റ് യു ആർ ഗിവിംഗ് റെസ്പെക്ട് ഫോർ യുവർ സെൽഫ്. നമ്മളെ തന്നെ റെസ്പെക്ട് ചെയ്താൽ മാത്രമേ മറ്റുള്ള ഒരാൾ നമ്മളോട് റെസ്പെക്ട് ചെയ്യത്തുള്ളൂ. അത് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ പാടുള്ളൂ. So this is the most important strategies that I had to share with you. Thank you so much for this wonderful opportunity to, share all these ideas with you. I hope it was helpful. ചോദ്യങ്ങളൊക്കെ ഉണ്ട്, ചോദിക്കാൻ ഡോക്ടറോട്. So I mean, a very good thank you, Kuriyanji, for telling me to ask her a question. So that was really, it was, what can I tell you? It was very good at this point of the time when COVID 2020 is already struck us. But the way you spoke, and it's actually 100% or 110% what you're saying is absolutely true. And I go with all what you say, and this is what it is. And sometimes
in our life as we move forward. We are not able to, go through with all this. But as you said, we have to have some commitments and we have to have some resolutions. In New Year resolution, and we have to have some resolutions. And this is really very, very essential to the people, for all of us over there, irrespective in which country you live and where and what occupation you do. But I really agree that it was very fruitful. It was very useful talk, and it was very knowledgeable one, which we all can inculcate. Idinonnu adhigam samayam edukkilla, and idinonnu adhigam money also chellavilla. We just have to, we have to bring into us over that, inculcate all these habits, which is wonderful session. This was it. And I think the talk to Kurianji, again, I'm requesting that we should keep one more talk along with you for another session. But it was really very fruitful. When Dr. let me come into the question to you to ask you though. Now, sometimes I've seen people, when you said there's a difference between mental health and the way you're talking about mental imbalances, which sometimes comes into in different stages of your life. Sometimes stress konditava, sometimes different backgrounds konditava. So I was thinking does it all originate because you have a genetic disorder, or is it coming through your circumstances and how it's coming in? How do you face this? Yeah, thank you so much for this wonderful question. See, life il ellavarkum problems undu. Okay, what is different is nammal engane problem ne neridunnu ennalladana difference. Each individual have the different threshold. Okay, so the right word is threshold. Like for example, if you go to a dentist, okay, and oru injection thannu, injection de pain enikku thonnuna pain same injection നമ്മൾ രണ്ടുപേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ പെയിനെ പറ്റി പറയുന്നത് വേറെ വേറെ ആയിരിക്കും. ഒരാൾ പറയും എനിക്ക് അത്ര പെയിൻ ഒന്നും ഉണ്ടായില്ല, അത്ര ഡിസ്കംഫർട്ട് ഉണ്ടാകത്തില്ല. സെയിം ഇഞ്ചക്ഷൻ സെയിം രീതിയിൽ വേറൊരാൾക്ക് കൊടുത്ത് അയ്യോ എനിക്ക് എങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു, എത്ര ഡിസ്കംഫർട്ട് ആയിരുന്നു എന്നായിരിക്കും പറയുന്നത്. സോ വാട്ട് ഡസ് ദിസ് മീൻ? ദിസ് മീൻസ് ദാറ്റ് രണ്ട് ഇൻഡിവിജ്വൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പെയിൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലായി കൊടുക്കുമ്പോൾ അതിനെ നേരിടാനുള്ള കപ്പാസിറ്റി വേറെ വേറെയാണ്. സെയിം വിത്ത് ദ കേസ് ഓഫ് മെന്റൽ ഹെൽത്ത്. മെന്റൽ ഹെൽത്ത് എടുക്കുമ്പോൾ സെയിം പ്രോബ്ലം ഇപ്പൊ രണ്ട് സ്റ്റുഡൻസിനെ തന്നെ എടുക്കാണ്. ഒരാൾക്ക് 100 50 മാർക്സ് കിട്ടി, മറ്റേ ആൾക്കും 100 50 മാർക്സ് കിട്ടി. ഒരാൾ വന്ന് പറയും മമ്മ ഞാൻ പാസ്സായി എന്ന് പറഞ്ഞ് ഹാപ്പി ആയിട്ട് പാർട്ടി ആയിരിക്കും. മറ്റൊരാൾ പറയും അയ്യോ 50 മാർക്സ് കിട്ടിയുള്ളൂ, എനിക്ക് പഠിക്കാനൊന്നും അറിയത്തില്ല, ഞാൻ വളരെ മണ്ടനാണ് എന്നായിരിക്കും. That's what, that's how they see it. രണ്ട് ഇൻഡിവിജ്വലിന് വേറെ വേറെ ആയിരിക്കും കാഴ്ചപ്പാട്. So this is for a small situation. Imagine a bigger situation, a loss of a near one or dear one. You lost your father or mother. It's a big thing. അങ്ങനത്തെ സിറ്റുവേഷനിൽ എങ്ങനെ കോപ്പ് അപ്പ് ചെയ്യുന്നു രണ്ട് ഇൻഡിവിജ്വൽ? ഇറ്റ് വിൽ ബി ഡ്രാസ്റ്റിക്കലി ഡിഫറെന്റ്. ഒരാള് ചിലപ്പോൾ ഡിപ്രഷനിൽ പോയേക്കാം, ഒരാൾ ചിലപ്പോൾ കുറച്ച് നാള് കഴിയുമ്പോൾ ശരിയായെന്ന് വരാം. Some people might need counseling, medication. They may go to the extreme. So angane varumbo, it is actually, to an extent, it is how you deal with your problem. And how you deal with your problem starts from childhood. Like madam said, genetic agadonu nirbandha illa. It can be how you were brought up. Engananu cherupathi nammale problems deal cheyan vendi nammale എങ്ങനെയാണ് പേരൻസ്, എങ്ങനെയാണ് സിബ്ലിങ്സ്, എങ്ങനെയാണ് എൻവയൺമെന്റ്. ചില പേരൻസ് ഒരു കുട്ടി വീണ് കഴിഞ്ഞാൽ ഉടനെ പറയും അയ്യോ അവൻ വീണു വേഗം എടുക്കുക. ചില പേരൻസ് ആണെങ്കിൽ അത് സാരില്ല, വീണില്ലേ, എഴുന്നേറ്റ് വാ, നമുക്കത് എന്താ മരുന്ന് വീണ് പൊട്ടിയെങ്കിൽ മരുന്ന് വെക്കാം, അങ്ങനെ പറയും. സോ ഹൗ ഡു യു ട്രെയിൻ യുവർ ചിൽഡ്രൻ ടു ഡീൽ വിത്ത് യുവർ പ്രോബ്ലംസ്? ഹൗ യുവർ പേരൻസ് ട്രെയിൻഡ് യു ടു ഡീൽ വിത്ത് യുവർ പ്രോബ്ലംസ്? അവിടാണ് ഡിഫറൻസ് വരുന്നത്. So right now, the importance over here is more than genetic. It's actually environmental. എങ്ങനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്, നമ്മുടെ പേരൻസ് എങ്ങനെ ഡീൽ ചെയ്തു, നമ്മുടെ ഫ്രണ്ട്സ് എങ്ങനെ ഡീൽ ചെയ്യുന്നു, അത് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും how we deal with our problems. You're absolutely right, because I've seen that yourself. And also another thing, this is absolutely right what you said, but another thing which also I want to say is the self-confidence in yourself. Yes. You may have many things, but you don't have to portray that.
When you are Exactly. talking to some, I've seen that many times. Palappuram in office le putri clients vararundi, which I have many types of clients with family, putri, with families and all. When this case is coming, putri, they're in very much state of of suicide tendency, mental conditions, pale problems aitana varunathu, whether it is male or a female. But they always Palappuram nan kettittundu, they will say, madam, nammal ningalude office il vannu kayinjal തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ്. And because the confidence which we give it to them, the way you portray yourself, and also I totally agree with you, 100% I agree. ഞാൻ എപ്പോഴും എന്റെ ഭർത്താവിനോടും പറയാറുണ്ട്, I will say that the way you dress up, they'll say, oh, you know today mommy is already well dressed up. No, I feel that by dressing up, it's not the question to show anybody, to have your own confidence. Exactly, I cannot agree more. It's very important, especially Malayali families lana ettom korvu. I am married to a Gujarati, so I see it here that Malayalis dress up nodu valare oru thalparyonnum illa. But if you come to North India, you will see that they have this compulsive wish that you have to dress up well, you have to look good. Adu namakku vendi cheyyunna oru karyana more than for anybody else. Yes, it makes a difference. Yeah. Thank you so much, doctor. Nice. Any other questions? Yeah, I have one question. Very nice speech, Dr. Abarna. The same subject we are talking about, the Malayalis dressing sense. Can you clarify a little more? You said you generalize that Malayalis don't have dressing sense. Can you please clarify a little more so that we can get educated? Yes, see, when I say dressing sense, oru mundu shirt idunathu nalla dressing sense thaneyana. Okay, so even if it's traditional, നല്ല ഒരു അയൺ ചെയ്ത് വൃത്തിയായിട്ട് അലക്കി അയൺ ചെയ്ത ഒരു ഷർട്ടും മുണ്ടും ആണെങ്കിൽ ഇറ്റ് ലുക്സ് സോ എലിഗന്റ്, ഇറ്റ് മേക്സ് എ ഡിഫറൻസ്. പക്ഷെ അതേ സമയത്ത് എങ്ങനെയെങ്കിലും മടക്കി വെച്ച ഒരു മുണ്ടെടുത്ത് എവിടെയോ കിടന്ന ഒരു ഷർട്ട് എടുത്തിടുക, നോ. അങ്ങനെ ചെയ്യുമ്പോൾ വേറൊരാൾക്ക് നമ്മളെ കാണുമ്പോൾ റെസ്പെക്ട് തോന്നത്തില്ല എന്നുള്ളത് മാത്രമല്ല, ഈവൻ വി ഡോണ്ട് ഫീൽ റെസ്പെക്ട് ടു ourselves. So it's important that it should be a very well maintained dress. ഒരുപാട് എക്സ്പെൻസീവ് ഡ്രസ് മേടിക്കാന്നല്ല ഞാൻ പറയുന്നത്. നല്ലൊരു ഷർട്ട് അത് അയൺ ചെയ്ത് വൃത്തിയായിട്ട് തൂക്കി വെച്ചിരുന്ന സ്ഥലത്തു നിന്ന് എടുത്ത് നന്നായിട്ട് ഡ്രസ് ചെയ്ത് നല്ല രീതിയിൽ ഇരിക്കുക, നല്ലതായിട്ട് മുടി കോംബ് ചെയ്ത് വെക്കുക. ബേസിക് ആയിട്ടുള്ള കാര്യം, ബേസിക് മുടി ചീകി കുറച്ച് വൃത്തിയായിട്ട് ഇപ്പം വീട്ടിൽ തന്നെ എങ്ങനെയെങ്കിലും നടക്കുകയല്ല, യു കോംബ് യുവർ ഹെയർ. കുറച്ച് ഇപ്പം ഫീമെയിൽസ് ആണെങ്കിൽ നല്ല ഒന്ന് കണ്ണെഴുതി ഒന്ന് മുടി ചീകി കെട്ടിവെച്ചു, ചുമ്മാ അഴിച്ചിട്ടിരിക്കുകയല്ല, നല്ല ഡീസെന്റ് ആയിട്ടുള്ള രീതിയിൽ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഡ്രസ്സിംഗ് ആയിട്ട് എന്ത് വേണമെങ്കിലും ഇഷ്ടമുള്ള ഡ്രസ് ഇടാം, നോ പ്രോബ്ലം. നോബഡി ഈസ് സേയിങ് എനിത്തിങ്, ഇറ്റ്സ് അപ് ടു യു. യു ക്യാൻ വെയർ ആബ്സല്യൂട്ട്ലി എനി ഡ്രസ്, ബട്ട് ഇറ്റ് ഷുഡ് ബി ഡീസെന്റ് ആൻഡ് ഇറ്റ് ഷുഡ് ബി വെൽ മെയിൻറ്റൈൻഡ്. ഇങ്ങനെ ക്രംബിൾഡ് ആയിട്ടുള്ള ഒരു ഉടുപ്പെടുത്തിടുക അങ്ങനല്ല. സോ ദാറ്റ്സ് വാട്ട് ഐ ട്രൈ ടു സേ. And not only that, what I know what you're saying, it's അത് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മളെ സന്തോഷം കൊണ്ടുവരാൻ, ഇറ്റ്സ് നോട്ട് വേറെ ആളെ ബോധിപ്പിക്കാനല്ല നമ്മൾ പറയുന്നത്. നമ്മൾക്ക് നമ്മളെ തമ്മില് നമ്മളൊരു സന്തോഷം ചിലവർക്ക് ഉണ്ട്, പല വിധത്തിലായിരിക്കും വാണ്ടഡ് ഡ്രസ്. അപ്പൊ അത് നമ്മള് തെറ്റായിട്ടല്ല ഇരിക്കുക, നമ്മൾ അവർക്ക് അവരുടെ സന്തോഷമാണ് അത്. That is the way. And then when you see that, നമ്മൾക്കൊരു പോസിറ്റീവ്നെസ് എന്ന് വരുന്നു, മനസ്സിൽ നമ്മൾക്കൊരു പോസിറ്റീവ്നെസ് തോന്നുന്നു, നമ്മൾക്കും ഇതാവണം. When you're depressed, sometimes എല്ലാ സമയത്തും നമ്മുടെ ഇമോഷൻസ് ഒന്നല്ലല്ലോ. ചിലപ്പോൾ നമ്മൾ ദുഃഖിതരായിരിക്കും, ചിലപ്പോൾ നമ്മൾ വളരെ സന്തോഷിക്കും, ചിലർ നമ്മൾ കരയിട്ടായിരിക്കും. So when we see other people working, move towards them. And so you have a role model. ഒരു മനസ്സിൽ ഒരു റോൾ മോഡൽ വെച്ചിട്ട് and move forward with that. Exactly. Thank you. Any other questions? മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇല്ലെന്ന് വിശ്വസിക്കുന്നു. ഡോക്ടർ പറഞ്ഞ പോയിന്റ് നോട്ട്, BMS റൂൾ. ബോഡി മൈൻഡ് സോൾ, നമ്മുടെ BMS. നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ആ ഒരു ബോധം എപ്പോഴും ഉണ്ടാകണം. അതുകൊണ്ട് നല്ല ഉപദേശമാണ്. അതുപോലെ നെഗറ്റീവ് ആൾക്കാരെ ഒഴിവാക്കാൻ പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അത് ജീവിതത്തിലും സമൂഹത്തിലും ഒക്കെ വളരെ ആവശ്യമാണ്. എപ്പോഴും എന്തിലും നെഗറ്റീവ് കാണുന്ന ആളുകളുടെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വന്നപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും വെട്ടിത്തരം പറയുക, അത് കേൾക്കാൻ 10 പേരെ ആൾക്കാരുണ്ടാവും, അത് കണ്ട് വലിയ ആളാന്ന് മെന്റിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കുള്ള ഒരു ഇതാണ്, നെഗറ്റീവ് ആൾക്കാരെ ജീവിതത്തിൽ ഒഴിവാക്കുന്നതായിരിക്കും നമുക്ക് സമാധാനമായിട്ടും മുന്നോട്ട് പോകാൻ ഒക്കുന്നത്. നമ്മൾ ചെയ്യാനുള്ള പണി നമ്മൾ ചെയ്യാൻ പോക്കോളൂ.
അപ്പൊ ഇനി ആർക്കെങ്കിലും മറ്റു പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ വോട്ടർ താങ്ക്സിനായിട്ട് സമാജത്തിന്റെ കമ്മിറ്റി മെമ്പർ ഷീല ക്ഷണിക്കും. മ്യൂട്ടാ. Okay, hello everyone. നമ്മൾ 1 മണിക്ക് കഴിഞ്ഞ കുറച്ച് സമയമായി ബ്രാംപ്ടൺ മലയാളി സമാജത്തിന്റെ 26th Doctor Live program കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. Today we are privileged and extremely honored to attend Dr. Aparna Pandya's session. As we learned, she is not only a medical doctor, but also was titled as the Mrs. India Vivacious for the year 2019. I have to look up on her in Google, and I learned that not only she's blessed with great looks and talent, but she's blessed academically too as a doctor. And Dr. Aparna have many passions and goals to make a change in the people's mind and also in the people in the community and the lives of many people. And today she has smartly and appropriately selected the today's topic as strategies to boost our mental health through self-confidence. Especially during this COVID time, most people of all age groups are staying at home, working or studying, and have been cut off from the physical presence and socializations. So it is a challenging time for many as our emotional and mental health has been affected and many have lost self-confidence. So the topic was very apt, and Dr. Aparna നമ്മളോട് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ BMS റൂൾസ് കൊണ്ടുവരണമെന്നും അതുപോലെ തന്നെ ഒരു ദിവസത്തിൽ 5 ടോപ്പിക്കെങ്കിലും ഒരു ജേർണൽ റൈറ്റിംഗ് തുടങ്ങണമെന്നും എങ്ങനെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യണമെന്നുള്ളതിനെ പറ്റി വളരെ രസകരമായിട്ട് പറഞ്ഞു തന്നു. So thank you so much for your wonderful words and information. And on the behalf of the Malayali Brampton Samajam, and we extend our gratitude and thanks to you, Dr. Aparna. Thank you so much, ma'am. Thank you. And next, I wanted to extend our thanks to Mr. Jaya Mohanan. There is no need of any introduction, as already Kurianji have mentioned. She's the better half of our Leda Menon, or we dearly call her Ledaji, who is the General Secretary of our Brampton Malayali Samajam. And Mr. Jaya Mohanan has been a wonderful supporter and partner, and always there in any of the meetings or supports that he has been. And thank you for being with us today. And also, I want to thank all of the people who have been participating and watching us and listening to Dr. Aparna and this program. Thank you for all your presence. Thank you for taking this time and listening to and attending this great session. And we extend our gratitude and thanks to all of you. And also, I want to thank our Chair and President of Brampton Malayali Samajam, Kurian Ji, Kurian Prakanam. He has been a great support, and he has been a great leader, I should say. And thank you for your hard work, and also for all the committee members and who works behind the scene, and all the participants. On behalf of the Brampton Malayali Samajam, ഞാൻ നന്ദിയുടെ ഭാഷയിലുള്ള സ്നേഹത്തിന്റെ നന്ദി നിങ്ങളെ ഏവരെയും അറിയിക്കുന്നു. താങ്ക് യു അഗെയിൻ. ഇന്നത്തെ മീറ്റിംഗ് നമ്മുടെ ലത മാഡം ഉണ്ട്, നമ്മുടെ ജനറൽ സെക്രട്ടറി, പിന്നെ നമ്മുടെ ബിനു ജോഷുവ സെക്രട്ടറി ഉണ്ട്, പിന്നെ സഞ്ജയ് മോഹൻ ടെക്നിക്കൽ, പിന്നെ ഇതിനെല്ലാം ഉപരിയായിട്ട്
ജോർജ് വർഗീസ് ഉണ്ട്, നമ്മുടെ സെന്നിപ്പനുണ്ട്, അങ്ങനെ മായ റേച്ചൽ തോമസ് ഉണ്ട്. ജോസഫ് പുന്നശ്ശേരി ആരുണ്ട്? ജോസഫ് പുന്നശ്ശേരിയാണ്. പുന്നശ്ശേരി ഒന്ന് പറഞ്ഞാലും കാണാതെ പറഞ്ഞാൽ എനിക്കെല്ലാം കാണാൻ നോക്കുന്നില്ല. പുന്നശ്ശേരി ഉണ്ട്, ജോസഫ് പുന്നശ്ശേരി ഉണ്ട്, ഡേവിസ്. അപ്പൊ അങ്ങനെ നമ്മുടെ എല്ലാരും ഉണ്ട്. അവർക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ട് കാണാതെ വിട്ടുപോയതല്ല കണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മുടെ BMSന്റെ എല്ലാ കമ്മിറ്റി മെമ്പേഴ്സ് വന്നിട്ട് എല്ലാവർക്കും വളരെ നന്ദി. ഇതിന്റെ ഉപരിയായിട്ട് ഇതിന്റെ ഈ ഡോക്ടർ ലൈവ് എന്ന പരിപാടി കോർഡിനേറ്റ് ചെയ്യുന്ന ടീമുണ്ട്. അത് മെയിനായിട്ട് നമ്മുടെ യോഗേഷ്, ഷിബു ചെറിയാന്, നമ്മുടെ സെനീപ്പന്, ഷീല പുതുക്കേരില്, ബിനു യോശുവ, ഇങ്ങനെയുള്ള ഒരു ടീമാണ്. പിന്നെ നമ്മുടെ മുരളി, ഇങ്ങനെയുള്ള ഒരു ടീമാണ് അത് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഞങ്ങളൊക്കെ എൻ്റെ ഇങ്ങനെ മുന്നേക്കുന്നതിൽ ഇവരുടെ ഹാർഡ് വർക്കാണ് ഇപ്പോഴും ഓരോ ടീമിനെ കൊണ്ടുവരുന്നതും ചെയ്യുന്നതൊക്കെ. ഈ പരിപാടി ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഈ ടീമാണ് ശരിക്കും വർക്ക് ചെയ്യുന്നത്. അവരുടെ വർക്കിനെ നമുക്ക് കാണാതെ പോകുന്ന വർക്കിനെ ഇപ്പം എല്ലാം പറയുമ്പോൾ നമ്മുടെയൊക്കെ പേര് എപ്പോഴും പറയാറുണ്ട്, സന്തോഷങ്ങൾ കേൾക്കുന്നതിൽ. എന്നാലും ഇവരെല്ലാം അതിൻ്റെ പിന്നിൽ കാര്യമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അവർക്കെല്ലാം ഉള്ള പ്രത്യേകമായ നന്ദി. പ്രത്യേക സഞ്ജയ് എല്ലാ ആഴ്ചയിലും ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള എല്ലാ പരിപാടിയും ചെയ്യുന്ന സഞ്ജയാണ്. സഞ്ജയുള്ള പ്രത്യേകമായുള്ള എല്ലാവരും ഉള്ള നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഡോക്ടറിലേക്ക് വന്ന ഡോക്ടറുള്ള പ്രത്യേകമായ നന്ദി. കാര്യം അർപ്പണ പാൻഡ അപ്പം ഇങ്ങനെ വന്ന് ഒരു ക്ലാസ് എടുക്കുകയും ഇത്രയും ദൂരത്ത് നിന്ന് മുംബൈയിൽ നിന്നല്ലേ പങ്കെടുക്കുന്നത് ഇപ്പം ഡോക്ടർ? മുംബൈയിൽ നിന്നാണ് ഡോക്ടർ. മുംബൈയിൽ നിന്ന് വന്ന് നമ്മുടെ റാംഡണി വന്ന് ഒരു ക്ലാസ് എടുക്കുക എന്നുള്ളത് നമുക്ക് വലിയ സന്തോഷമാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള നല്ല നല്ല ഡോക്ടർമാർ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉടലെടുക്കട്ടെ. നമ്മുടെ സമാജത്തിന്റെ ഡോക്ടർ ലൈവ് ഇങ്ങനെ നീണ്ടു പോകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അറിയാവുന്ന ഡോക്ടർ സർക്കിളിനൊക്കെ പറയുക, ഇവിടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആളുകൾക്ക് കൂടുതൽ നിങ്ങളെപ്പോലുള്ള ആളുകളെ പരിചയപ്പെടാൻ താല്പര്യമുണ്ട്. സോ ഞങ്ങൾക്ക് വളരെ ഒരു ഭാഗ്യമായിട്ട് ഡോക്ടറെ പരിചയപ്പെടാൻ സാധിച്ചതും ഈ പരിപാടിയൊക്കെ നടത്താൻ സാധിച്ചതും. ഓക്കെ, വന്ന സമയത്തിനും അതിനൊക്കെ വളരെ നന്ദി. ഓക്കെ, താങ്ക് യു. കുര്യൻ സാറേ, ഞാനൊരു സംഗതി പറയാനുണ്ട്. ലൈവ് ഓക്കെ സഞ്ജയ്, ലൈവ് ഓക്കെ.